റഷ്യയുടെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയുണ്ടായാൽ ശത്രുക്കൾക്കെതിരെ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഈ ആഴ്ചയിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരോട് സംസാരിച്ച വീഡിയോ സന്ദേശത്തിലാണ് പുടിൻ ആണവായുധ ഭീഷണി മുഴക്കിയത്. യുക്രൈൻ അധിനിവേശം തുടങ്ങിയതിനു ശേഷം ആദ്യമായല്ല പുടിൻ അണ്വായുധ ഭീഷണി മുഴക്കുന്നത്. യുക്രൈന് സൈനിക സഹായം നൽകുന്ന നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങളുടെ നടപടികളിൽ റഷ്യയ്ക്ക് അതൃപ്തിയുണ്ട്. ആണവയുദ്ധത്തിലേക്ക് നയിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതിരില്ലെന്ന് കരുതുന്നതായും റഷ്യൻ അണ്വായുധ സേന ഏത് സാഹചര്യവും നേരിടാൻ സന്നദ്ധരാണെന്നും പുടിൻ പറയുന്നു. ഈ ആഴ്ചയിൽ റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അധികാരം നിലനിർത്തുമെന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നത്. 2000 മുതൽ 2008 വരെ റഷ്യയുടെ പ്രസിഡന്റായും 2008 മുതൽ 2012 വരെ റഷ്യയുടെ പ്രധാനമന്ത്രിയായും 2012 മുതൽ 2023 വരെ പുടിൻ പ്രസിഡന്റായും അധികാരത്തിൽ തുടരുന്നു. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഭാവിക്കായി വോട്ടവകാശം വിനിയോഗിക്കുവാൻ പൗരന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ് പുടിൻ.